യൂറോപ്പിൽ ഇന്നും വർഗീയതയുണ്ടോ? യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥയുടെ ശക്തമായ മുന്നറിയിപ്പാണിത്. യൂറോപ്പിൽ വർഗീയത പഴയ കഥയായോ, അല്ലെങ്കിൽ ഇന്നും സിസ്റ്റത്തിനുള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്നതാണോ? ഒരു പ്രധാന യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥ ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിവേചനം യാഥാർത്ഥ്യമാണെന്നും അത് ഭൂഖണ്ഡമൊട്ടാകെ ആഴത്തിൽ പടർന്നിരിക്കുന്നതാണെന്നും പറയുന്നു. യൂറോപ്യൻ യൂണിയന്റെ ആന്റി റേസിസം കോർഡിനേറ്റർ മിക്കേല മൂവ പറഞ്ഞു, ഘടനാപരമായ വർഗീയത യൂറോപ്യൻ സമൂഹങ്ങളിലും സ്ഥാപനങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നു. ആംസ്റ്റർഡാമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവേ, സമത്വവും ജനാധിപത്യവും ഉറപ്പാക്കാൻ യൂറോപ്പ് തന്റെ കൊളോണിയൽ ചരിത്രത്തെ നേരിടേണ്ടതുണ്ടെന്നവർ പറഞ്ഞു. വർഗീയത വ്യക്തികളുടെ മുൻവിധി മാത്രമല്ല, അത് സിസ്റ്റങ്ങളും നയങ്ങളും ദീർഘകാല അസമത്വങ്ങളും ചേർന്നതാണ്. ഇത് ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു, അവർ വ്യക്തമാക്കി. EU ഏജൻസി ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് നൽകുന്ന ഡേറ്റ പ്രകാരം യൂറോപ്പിലെ ആഫ്രിക്കൻ വംശജരിൽ ഏകദേശം പകുതിയോളം പേർ വിവേചനം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പലർക്കും സർവകലാശാല വിദ്യാഭ്യാസവും യോഗ്യതയും ഉണ്ടായിട്ടും ജോലി നേടുന്നതിൽ തടസ്സങ്ങൾ നേരിടുന്നു. ഇത് തെളിയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വികസിത മേഖലകളിലൊന്നായ യൂറോപ്പിലും വിദ്യാഭ്യാസം മാത്രം സമാന അവസരങ്ങൾ ഉറപ്പാക്കുന്നില്ല എന്നതാണ്. ഘടനാപരമായ വർഗീയത എന്നത് സർക്കാർ സംവിധാനങ്ങൾ, നിയമം, വിദ്യാഭ്യാസം, നിയമനം എന്നിവയിലൊക്കെയായി അടിഞ്ഞുകൂടിയ വിവേചനമാണ്. ഇതെല്ലായ്പ്പോഴും തുറന്നതോ ആക്രമണപരമോ ആയിരിക്കണമെന്നില്ല. അവസരങ്ങളിൽ അസമത്വം, നിയമനത്തിൽ പക്ഷപാതം, സംവിധാനപരമായ പുറത്താക്കൽ എന്നിവയിലൂടെ ഇത് പ്രവർത്തിക്കുന്നു. മൗവ ഇത് ജീവിക്കുന്ന ഘടന, ലിവിംഗ് സ്ട്രക്ചർ എന്നാണ് വിശേഷിപ്പിച്ചത്. ചരിത്രത്തിൽ മാത്രം ഒതുങ്ങിയ പ്രശ്നമല്ല, ഇന്നും തുടരുന്നതാണ്. യൂറോപ്പിൽ ഉയരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ഈ വിഷയത്തെ കൂടുതൽ ഗൗരവത്തിലാക്കി. പല രാജ്യങ്ങളിലും അതിവലതുപക്ഷ പാർട്ടികളുടെ വളർച്ച, കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഐഡന്റിറ്റിയും സംസ്കാരവും സംബന്ധിച്ച വിവാദങ്ങൾ വർദ്ധിച്ചു. ഈ സാഹചര്യത്തിൽ ഘടനാപരമായ വർഗീയത അവഗണിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ ദുർബലമാക്കുകയും സമൂഹത്തിൽ വിഭജനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പ്രശ്നങ്ങൾ നേരിടാൻ യൂറോപ്യൻ യൂണിയൻ ഈ വർഷം ഒരു പുതിയ ആന്റി റേസിസം തന്ത്രം സ്വീകരിച്ചു. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: നിലവിലുള്ള വിവേചന വിരുദ്ധ നിയമങ്ങളുടെ ശക്തമായ നടപ്പാക്കൽ, ദേശീയ പ്രവർത്തന പദ്ധതികളുടെ മെച്ചപ്പെടുത്തൽ, പൊതുസ്ഥാപനങ്ങളിൽ വർഗീയതയെ നേരിടൽ. എന്നാൽ പ്രധാന വെല്ലുവിളി വിവിധ രാജ്യങ്ങൾ വംശീയവും ജാതി വിഭാഗവുമായി ബന്ധപ്പെട്ട ഡേറ്റ വ്യത്യസ്തമായി ശേഖരിക്കുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥ പ്രശ്നത്തിന്റെ വലിപ്പം അളക്കുന്നത് ബുദ്ധിമുട്ടാണ്. എങ്കിലും എല്ലാവരും ഈ സമീപനത്തിൽ തൃപ്തരല്ല. യൂറോപ്യൻ നെറ്റ്വർക്ക് എഗെയിൻസ്റ്റ് റേസിസം പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ തന്ത്രത്തെ വിമർശിച്ചു. യൂറോപ്പിന്റെ കൊളോണിയൽ ചരിത്രത്തെ അംഗീകരിക്കുകയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യുന്നതിൽ യഥാർത്ഥ പ്രതിബദ്ധത ഇല്ലെന്നവർ പറയുന്നു. വിമർശകർ പറയുന്നത്, ചരിത്രപരമായ അനീതികൾ പരിഹരിക്കാതെ നയങ്ങൾ നടപ്പാക്കുന്നത് പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കില്ല, മറിച്ച് പുറം ലക്ഷണങ്ങൾ മാത്രം പരിഹരിക്കുമെന്നതാണ്. ഘടനാപരമായ വർഗീയതയെക്കുറിച്ചുള്ള ചർച്ച യൂറോപ്പിൽ മാത്രം ഒതുങ്ങുന്നില്ല. അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലും ഇതുപോലുള്ള ചർച്ചകൾ നടക്കുന്നു. എന്നാൽ യൂറോപ്പിന്റെ സാഹചര്യം പ്രത്യേകമാണ്. കാരണം അതിന്റെ ദീർഘകാല കൊളോണിയൽ ചരിത്രം ലോകത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അസമത്വങ്ങളെ ഇന്നും സ്വാധീനിക്കുന്നു. EUയുടെ ആന്റി റേസിസം ചീഫിന്റെ സന്ദേശം വ്യക്തമാണ്. യൂറോപ്പിലെ വർഗീയത പഴയ കഥയല്ല, അതിന്നും മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു. ഇപ്പോൾ ചോദ്യം ഇതാണ്: സർക്കാരുകൾ ഈ സിസ്റ്റങ്ങൾ തകർക്കാൻ ധൈര്യമായ നടപടികൾ എടുക്കുമോ, അല്ലെങ്കിൽ അസമത്വം തുടരുമ്പോൾ ചർച്ചകൾ മാത്രം തുടരണമോ? നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഘടനാപരമായ വർഗീയത ഇന്നുമുണ്ടോ, അല്ലെങ്കിൽ ഇത് അതിരൂക്ഷമായി കാണിക്കപ്പെടുന്നതാണോ?